അല്ല അതിപ്പോൾ ഞാനൊരു കാര്യം പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം. തിരുവനന്തപുരത്ത് നേരത്തെ ഞങ്ങൾക്ക് കോൺഗ്രസിന് എത്ര ഉണ്ടായിരുന്നു? 10. ഇപ്പോൾ എത്ര ഉണ്ട്? 19. ഏതാണ്ട് ഇരട്ടി അല്ലേ? അപ്പോൾ കോൺഗ്രസ് അതിൻ്റെ ശക്തി തിരുവനന്തപുരത്ത് ഇരട്ടിച്ചു. അപ്പോൾ സ്വാഭാവികമായി ഈ ഗവൺമെൻറ്റിന് എതിരെയുള്ള വികാരം സ്വാഭാവികമായി അതിൽ കൂടുതൽ ശക്തി ഉണ്ടായിരുന്ന BJPക്കും അതുപോലെ പ്രൊപ്പോഷണലായിട്ട് അവരുടെ വോട്ട് വർദ്ധിച്ചു. അത് സ്വാഭാവികമാണ്. BJP വളരെയാണോ കേരളത്തിൽ? അല്ല, അതിപ്പോൾ ഓരോ പാർട്ടി ഓരോ ഇലക്ഷൻ സമയത്ത് അങ്ങനെ വളരുന്നില്ലെന്ന് എന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എപ്പോഴും താഴെയുള്ള പാർട്ടിക്ക് ഇതിൻ്റെ ഈ ഒരു നാച്ചുറൽ പ്രിൻസിപ്പിൾ എന്താണ്? കൂടുതലുള്ളവരുടെ വോട്ട് ഏത് ഇലക്ഷനിലെയും റിസൾട്ട് കൂടുതലുള്ളവരുടെ കുറയും, കുറവുള്ളവരുടെ കൂടും. അപ്പോൾ BJPക്ക് ചിലടത്തൊക്കെ കൂടും. അതുകൊണ്ട് BJP പിടിച്ചെടുക്കുന്നൊന്നും കരുതിയിട്ട് കാര്യമില്ല. വേറെ തിരുവനന്തപുരത്തെ ഉള്ളല്ലോ, അവിടെ വേറെ പലയിടത്തും കിട്ടില്ലല്ലോ ഒരു പ്രതീക്ഷിച്ചത്. അല്ല, അതൊക്കെ ഓൾ ഇന്ത്യ പൊളിറ്റിക്സ്, അതിന് വേറെ ഇഷ്യൂ, അത് നമുക്ക് വേറെ പറയാം. അത് ഓൾ ഇന്ത്യ പൊളിറ്റിക്സിനൊക്കെ പറഞ്ഞാൽ ഇതൊന്നും അല്ല കാര്യം. വേറെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അല്ല, വേറെ അതായത് ഓൾ ഇന്ത്യ പൊളിറ്റിക്സ് പറഞ്ഞാൽ ഇപ്പോൾ അതായത് ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ നിന്ന് സ്വേച്ഛാധിപത്യത്തിലോട്ട് തന്നെ മാറുന്നു എന്ന് സംശയിക്കേണ്ടി വരുന്ന രീതിയിൽ കാര്യങ്ങൾ പോവാം. അപ്പോൾ അതും ഇതും കൂടെ കുട്ടിക്കുഴക്കണ്ട. അല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. ആ കാര്യം ഞാൻ ഉറപ്പായി പറയുന്നു. BJP എത്ര വളരുമെന്നുള്ള അവരോട് തന്നെ ചോദിക്കുക. എനിക്ക് തെരഞ്ഞെടുപ്പിൽ എന്തായാലും വിജയം UDF ഉറപ്പായി കിട്ടും. അങ്ങ് മത്സരിക്കുന്നുണ്ടോ? അയ്യോ, ഞാൻ എന്തോ ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്നോട് മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇല്ലെന്ന് ഞാൻ പറഞ്ഞ ആളാണ്. 5 കൊല്ലം മുമ്പ് എന്നോട് ചോദിച്ചാണ് ഞാൻ പറഞ്ഞത്. PJ അതായത് എൻ്റെ വീടിരിക്കുന്നത് തിരുവല്ല നിയോജകമണ്ഡലം. തിരുവല്ല നിയോജകമണ്ഡലത്തിൽ കേരള കോൺഗ്രസ് സാധാരണ മത്സരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2 മാസം മുമ്പ് ബഹുമാനപ്പെട്ട ശ്രീ PJ ജോസഫ് അത് എന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞു, ഞാൻ മത്സരിക്കാമെങ്കിൽ സീറ്റ് തരാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ശ്രീ PJ ജോസഫ്. അല്ല, ഞാൻ PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് കാര്യം PJ ജോസഫിൻ്റെ കേരള കോൺഗ്രസ് ഞങ്ങളുടെ കൂടാ. അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ച് ഞാൻ മത്സരിക്കുന്നെങ്കിൽ സീറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ മത്സരിക്കുന്നില്ലെന്ന് അന്നേ പറഞ്ഞു. 5 കൊല്ലം മുമ്പ് മത്സരിക്കില്ലെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ മത്സരിക്കുന്നത് പറഞ്ഞു. ജോസ് കെ മാണി മുന്നണി വരുന്നത് അദ്ദേഹത്തിന് നല്ലതെന്നാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. വരുമോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ വയ്യ. അത് അദ്ദേഹത്തിന് വരുന്നതാണ്.